നോർത്തേൺ മൗണ്ടൻ. നേരെ എഴുത്. മൗണ്ടൻ ബോൾ. മമ്മി, ഞാൻ പപ്പയോട് നടക്കാൻ പോകട്ടെ? എന്തിനാ നടക്കുന്നത്? വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? അതല്ല, നാളെ മുതൽ പപ്പ മോർണിംഗ് വാക്കിന് പോവാ. എന്തു പറ്റി ഇങ്ങനൊരു തീരുമാനം? പപ്പയ്ക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? വേണ്ടേ? ഗംഗാൻ്റെ ഉണ്ടാവും, അതാ ഞാൻ പോണേ. എന്നാ ഞാനും പോവും. പോടാ, വെളുപ്പിന് 5 മണിക്കല്ലേ എണീക്കാൻ പോകുന്നേ. ഞാൻ എണീറ്റോളാം. ഗംഗാന്റെ കൂടെ നടക്കുന്നത് നല്ല രസാ. നീ ഒന്നും മിണ്ടാതിരുന്നേ. മമ്മി പ്ലീസ് മമ്മി, ഇതൊക്കെ പപ്പയുടെ വലിയ മാറ്റത്തിന്റെ തുടക്ക. അതൊന്നും എനിക്കറിയണ്ട. പൊയ്ക്കോ. താങ്ക് യു. അപ്പൊ ഞാനോ? നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉറക്കമാ കൂടുതൽ വേണ്ടേ. നീ വലുതാവട്ടെ എന്നിട്ട് പോവാം. ഇപ്പോ മോനിരുന്ന് പഠിക്ക്. അയ്യടാ, നിന്റെ പപ്പയുണ്ടെന്നുള്ള ധൈര്യത്തിലല്ല ഞാൻ വിടുന്നത്. ഗംഗയുള്ളതുകൊണ്ടാ. അവളെ എനിക്ക് വിശ്വാസമാണ്. ഗംഗാൻ്റെ ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞത്. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നമ്മൾ ഇറങ്ങുമ്പോ വിളിച്ചാ മതിയായിരുന്നു. അവിടുന്ന് ഗംഗാൻ്റെ കൊണ്ട് പോരായിരുന്നു. പപ്പ, ദേ ഗംഗാൻ്റെ. ഏയ് അതല്ല, അത് ഗംഗാൻ്റെയാ പപ്പ. എത്ര ദൂരം നോക്കിയാലും എനിക്ക് തിരിച്ചറിയാം. ഗുഡ് മോർണിംഗ് ആൻറ്റി. മോർണിംഗ് മഞ്ജു. പപ്പയ്ക്ക് ദൂരെ നിന്ന് കണ്ടിട്ട് ആന്റി മനസ്സിലായില്ല. പപ്പ അങ്ങനെയാ. ദൂരെ നിന്നാലും കുറച്ചു കാലം കഴിഞ്ഞാലും പിന്നെ എല്ലാം ഓർമ്മിപ്പിക്കേണ്ടി വരും. നമുക്ക് നടക്കാം. ക്ഷീണിച്ചോ? നിങ്ങൾ പോയിട്ട് വാ. പപ്പ മാടി കാണിക്കല്ലേ പപ്പ. മോളെ പ്ലീസ് പ്ലീസ്, ഐ ആം ടയർഡ്. പ്ലീസ് നിങ്ങൾ പോയിട്ട് വാ. കം. ഇനി എന്നും നമ്മൾ ഇതുപോലെ നടക്കും ആന്റി? അതിനെന്താ, നല്ല രസം. പപ്പ മടി കാണിക്കും, പക്ഷെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. എന്താ മതിയാക്കിയോ? ഇല്ല, അല്പം കൂടി നടക്കാം അല്ലേ ആന്റി? മഞ്ജു നടന്നോളൂ. ശരി. മഞ്ജുവിന് നല്ല ഉത്സാഹം. കുറച്ചുകൂടെ നടന്നിട്ട് വരട്ടെ. നിങ്ങൾ നന്നായിട്ട് ക്ഷീണിച്ചു അല്ലേ? പാടില്ലാത്തതാണ്. അശ്വമേധത്തിന് ഇറക്കി വിടുന്ന അശ്വത്തിന് ക്ഷീണത്തിന് അവകാശമില്ല.
ഒറ്റ നോട്ടം കൊണ്ട് ആളുകളെ പേടിപ്പിച്ചിരുന്ന ഗുണ്ടകൾ പിന്നൊരു കാലത്ത് ക്ഷീണിച്ച് എല്ലുന്തി തെരുവിൽ നിൽക്കുന്നത് എല്ലാവർക്കും ചിരിക്കാനുള്ളൊരു വകയാണ്. നിങ്ങളുടെ ഈ അവസ്ഥയിൽ എനിക്കും ചിരിക്കാം. ഈ നിങ്ങൾ തന്നെയാണ് ഒരിക്കൽ എന്നെ കരുത്തുകൊണ്ട് കീഴടക്കിയത്. ഗംഗ പ്ലീസ്. നടത്തം ശീലമാക്കാം. കുറച്ച് മദ്യവും പുകയും ഒക്കെ ഒഴിയുമെങ്കിൽ ഒഴിയട്ടെ, അല്ലേ? എന്താ ക്ഷീണിച്ചോ? ഹേയ്, ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ? ആൻറ്റി നോക്കോ, 10 ദിവസം കഴിയുമ്പോൾ ഞാൻ 10 കിലോമീറ്റർ ഒറ്റ നടത്തം നടക്കും. കൊള്ളാലോ. തിരിച്ചു പോകുമ്പോൾ എന്നെ വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്യണം. ആ, അപ്പൊ ഗംഗാൻ്റെ വീട്ടിൽ കയറാലോ? ഷുവർ. ഞാനിപ്പോ വരാവേ. അഞ്ചു കൂടി ഉണ്ടാവുമ്പോൾ അമ്മ എന്തു ചെയ്യാൻ? അമ്മയുടെ പെരുമാറ്റത്തിൽ നിന്ന് പോലും അവൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അവളുടെ ചോദ്യങ്ങൾ വളരെ ഷാർപ്പാണ്. അവളുടെ പ്രായത്തേക്കാൾ പക്വതയോടെ. ചിന്തിച്ചിട്ടുണ്ടോ അവൾ ഒരിക്കൽ എല്ലാം അറിയുന്നൊരവസ്ഥ? യാ, ഞാൻ പേടിക്കുന്നതും ആ ഒരു നിമിഷമാണ്. അപ്പോൾ അവൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? ഐ ഹാവ് നോ ഐഡിയ. ബെറ്റർ അത് ചിന്തിക്കാതിരിക്കാം. ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് ഡേറ്റ് കലണ്ടറിൽ അടയാളപ്പെടുത്തിയിട്ടല്ലോ. എന്നിട്ടും അത് ഫേസ് ചെയ്യാറില്ലേ? ഇപ്പം അവൾ എന്നെ അനുകരിക്കാൻ ശ്രമിക്കുക, നാളെ വെറുക്കാനും. മഞ്ജു, ഇവിടെ ഇവിടെ. മുഴുവൻ നനഞ്ഞോ? ഹേ, പോ, ഇന്നിത് മതി. ഐ റിയലി എൻജോയ് ഇറ്റ്. താങ്ക്സ് ഗംഗാൻഡി. ഗംഗാൻഡി ഇല്ലെങ്കിൽ പപ്പ ഈ നേരത്ത് ഈ ഒരു സാഹസം ചെയ്യുമോ? പോ, വാ. മുഴുവൻ നനഞ്ഞല്ല. ഗണേശന് ഞാൻ പറയുമ്പോൾ ശത്രുതയാണ് തോന്നരുത്. എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ ഗംഗയോട്. എന്തിനിങ്ങനെ നശിക്കുന്നു? എൻ്റെ ആലോചന നിരസിച്ചു പോട്ടെ. നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കി കൊടുക്കാനുള്ള പ്രാപ്തി ഗണേശനില്ലേ? താൻ അതിന് ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പം ഞാൻ കണ്ട കാഴ്ച എന്താണ്? അയാളും മകളും ഒക്കെ ആയിട്ട് ചിരിച്ച് കളിച്ച് എങ്ങനെ കഴിയുന്നു ഇതൊക്കെ? അതിൻ്റെ അർത്ഥം അയാളുടെ കുടുംബം ഇതൊക്കെ അംഗീകരിച്ചു കൊടുത്തു എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഗംഗയുടെ സ്ഥാനം എന്താ? അനുജത്തി മറ്റൊരാളുടെ വെപ്പാട്ടിയാണെന്ന് പറയുന്നത് അഭിമാനമാണോ ഗണേശന്? സാർ, അവൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അയാളോട് പ്രതികാരം ചെയ്യാൻ. എന്താ ഗണേശൻ ഈ പറയുന്നത്? അതാണ് മറുപടിയെങ്കിൽ നാളെ വഴിവിട്ട് നടക്കുന്ന ആണും പെണ്ണുമൊക്കെ ഇതന്നെ പറയില്ലേ? ഇപ്പം ഞാനിത് പറഞ്ഞതിന് കാരണം നമ്മൾ തമ്മിലുള്ള ബന്ധമാണ്. ഒരു അന്യകുടുംബമാണ്, എന്തുമായിക്കോട്ടെ എന്ന് കരുതാൻ എനിക്കാവുന്നില്ല. താങ്ക് യു സാർ. നല്ല മനസ്സുകളൊന്നും അവൾ തിരിച്ചറിയാറില്ല. അതാ ഇങ്ങനെയൊക്കെ. കടുത്ത എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെന്നും ഞാൻ കരുതിയതാ.
അമ്മാവൻ തടഞ്ഞു. വല്ലപ്പോഴും ഒരിക്കൽ കാണുന്ന അമ്മാവന് ഒന്ന് ഉപദേശിക്കാം, അനുസരിച്ചില്ലെങ്കിൽ മടങ്ങാം. പക്ഷെ ഗണേശന്റെ അമ്മയുടെ അവസ്ഥ അതല്ല. നിങ്ങൾ ഇവിടെ തന്നെ ജീവിക്കണം. തലയുയർത്തി സംസാരിക്കാൻ പറ്റും നിങ്ങൾക്ക്? ഞാൻ ഔട്ട് സൈഡറാ, എനിക്ക് പരിധികളുണ്ട്. ഒരു ഫ്രണ്ട്ഷിപ്പ് ടോക്ക് പോലും ഗംഗ എന്നോട് നടത്തില്ല. ഗണേശൻ ആലോചിച്ച് തീരുമാനിക്കുക. ചില നേരത്തെ ആലോചിച്ചെത്തുന്നത് കൊന്നാലോ എന്ന ചിന്തയിലേക്കാ. സത്യത്തിൽ ആരെയാ കൊല്ലേണ്ടത്? അയാളോട് അവൾ കാണിക്കുന്നത് ശത്രുതയാണെങ്കിൽ അനുജത്തിയുടെ ജീവിതം തകർത്തുകൊണ്ടെന്നും പറഞ്ഞ് അത് ചെയ്യാമായിരുന്നു. തെറ്റിന്റെ രൂക്ഷത നോക്കി അവിടെയല്ലേ കൊല്ലേണ്ടത്? ഓ, എനിക്ക് ഭ്രാന്ത് പിടിക്കാതിരുന്നാ മതിയായിരുന്നു. സാർ, ഞാൻ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ ചിന്തിക്കുക? നന്നായി ആലോചിച്ച ഗണേശൻ തീരുമാനമെടുക്കാവൂ. നിങ്ങളുടെ കുടുംബത്തിന് ദോഷം വരുന്ന ഒന്നും സംഭവിക്കരുത്. അറ്റ്ലീസ്റ്റ് അവരൊന്നിച്ചിങ്ങനെ കറങ്ങി നടക്കുന്നതെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ കഴിയണം ഗണേശനെ. ഞാൻ വരട്ടെ. ഇറങ്ങി വാ, ഇതാണ് വീട്. വരൂ. ഒക്കെ കഴിഞ്ഞ് വീട്ടുകാരെയും കൂട്ടി ഇറങ്ങിയിരിക്കുക. ഇത്രയ്ക്ക് അധപ്പതിച്ചില്ല ഇവള്. ഇതാണ് ഗംഗ ആന്റിയുടെ വീട്. കാണുമെന്ന് പറഞ്ഞില്ലേ, ശരിക്കും കണ്ടു. വരൂ, ഇരിക്കൂ. എങ്ങനെ, ഇഷ്ടപ്പെട്ടോ? നല്ല വീട്. എവിടെ ആന്റിയുടെ അമ്മ? ഞാൻ വിളിച്ചിട്ട് വരാം. പ്രഭുവിന്റെ മകള് വന്നിട്ടുണ്ട്. അമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തിന്? ഞാൻ എങ്ങോട്ടും ഇല്ല. വീട്ടിൽ വരുന്ന ഒരാളോട് മര്യാദ കാണിക്കേണ്ടതല്ലേ? വീട്ടിൽ വരുത്താതിരിക്കാനുള്ള മര്യാദയെ കാണിക്കേണ്ടത്. അങ്ങനെ വരുന്നവരുടെ മുമ്പിൽ ഒരു കൗതുക വസ്തുവായി എന്നെ പ്രദർശിപ്പിക്കണ്ട. അമ്മ അടുക്കളയിൽ കുറച്ച് പണിയില്ല. മഞ്ജു വരൂ. ഇതാണോ ആന്റിയുടെ മുറി? ഇതന്നെ. ഒക്കെ സ്പെഷ്യൽ കളക്ഷൻസ് ആണല്ലോ. ഏകാന്ത ജീവിതത്തെ സ്നേഹിച്ചവരുടെ കഥ. ഇതാണോ ടേസ്റ്റ്? എൻ്റെ ടേസ്റ്റ് അങ്ങനെയൊന്നും സെലക്ട് ചെയ്തല്ല. എന്നാലും എനിക്കിഷ്ടമാണ് ഒറ്റപ്പെട്ടവരുടെ കഥകൾ. ആദ്യം ഞാനും അങ്ങനത്തെ കുറെ വായിച്ചിരുന്നു. പിന്നെ പേടിയായി. വായിച്ച് നമ്മൾ ഒറ്റപ്പെട്ടു പോവുമെന്ന്. മോക്ക് പുസ്തകങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തോളൂ. ഇനിയും കളക്ഷൻസ് ഉണ്ട് ഷെൽഫിൽ. വായിച്ചിട്ട് വന്നാൽ മതി. ഇത് ഞാൻ എടുക്കുക. ഞാനിപ്പോൾ വരാം. ഒന്ന് മുഖം കഴുകിയിട്ട് വരട്ടെ. ഗുഡ് മോർണിംഗ് അമ്മമ്മ. കുറെ നാളെ കരുതുന്നു ഗംഗാന്റിയുടെ വീടൊന്ന് കാണണമെന്ന്. അമ്മയും. ഇതെന്താ തല മുണ്ടനം ചെയ്തിരിക്കുന്നേ? അവളോട് ചോദിച്ചാൽ മതി, വിശദമായി പറഞ്ഞുതരും. ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയപ്പോ ചെയ്തതാണോ?
വിധവകൾ ഇങ്ങനെ നടക്കാൻ പാടുള്ളൂ. മറിച്ച് നടന്നാലും ആചാരങ്ങൾ അറിയുന്നവരും നിർബന്ധിക്കുന്നവരും ഉണ്ട്. ആ ഞങ്ങൾ ഒന്നിച്ചേന്ന് പുറത്തേക്ക് പോയത്. ഇനി എന്നും അങ്ങനെയാ. പപ്പ ഗംഗേന്റെ അമ്മയായിട്ട് സംസാരിക്കാറുണ്ടോ? ആ കുറെ സംസാരിക്കോ? അവരോട് വിശേഷം എന്ത് പറയാനാ? ആന്റിയെ പോലെയൊന്നും അല്ല, വല്ലാത്തൊരു നോട്ടമൊക്കെ. താങ്ക്സ്. അടുക്കളക്കാരിയെ സന്തോഷിപ്പിക്കാൻ അത് മതി. ചായ താങ്ക് യു. പ്ലീസ്. താങ്ക് യു. ആന്റി, ഞാൻ അമ്മൂമ്മയെ പരിചയപ്പെട്ടു. കാലം എത്ര മാറി, എന്നിട്ട് പഴയ ആചാരങ്ങളൊക്കെ എന്തിനാ മുറുകെ പിടിക്കുന്നേ? വിധവകൾ തല മുണ്ടനം ചെയ്യണമെന്നും വെള്ളസാരി ഉടുക്കണമെന്നും ഒക്കെ പഴയ ആചാരങ്ങളല്ലേ. ഇപ്പൊ ആരെങ്കിലും അത് നോക്കുവോ? അതും ഈ സിറ്റി ലൈഫില് ബന്ധുക്കൾ ആരെങ്കിലും ഫോഴ്സ് ചെയ്താണോ? ഇത്രയും ഫോർവേഡായി ചിന്തിക്കുന്ന ഗംഗാന്റി ഇവിടെ ഉള്ളപ്പോ ഇതെങ്ങനെ സംഭവിച്ചു? മഞ്ജു, അത് അവരുടെ ഇഷ്ടമായിരിക്കും. ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശം ഇല്ല. നോ പപ്പ, സമൂഹത്തിൽ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ എങ്ങനെ മാറിയത്? ചോദ്യം ചെയ്യാൻ ഓരോരുത്തർ ധൈര്യം കാണിച്ചിട്ടാ. വേറൊരു വീട്ടിലാണെങ്കിൽ ഞാൻ എങ്ങനെ ചോദിക്കോ? ഗംഗാന്റിയുടെ വീട്ടിൽ ഇതൊന്നും നടന്നൂടാ. ക്രൂരതയല്ലേ ഇത്? Will you stop it? ഒരു പക്ഷേ നീ ഇങ്ങനെ തർക്കിക്കുന്ന പോലും അവർക്ക് ഇഷ്ടാവില്ല. അമ്മൂമ്മ സ്വയം ചെയ്തതായാലും അവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ചതായാലും തെറ്റ് തന്നെയാ. ശരിയല്ലേ ആന്റി? മനസ്സിൽ തോന്നിയത് അവൾ മറച്ചു വെക്കില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാവുമ്പോൾ